ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാർ ഫ്രണ്ട്. ഈ കൊച്ച് മേലേപ്പാട്ട് ഉള്ളതല്ലേ? ഒരു പ്രായം ചെന്നൊരാൾ അവൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. മേലേപ്പാട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ അവിടുത്തെ വേലക്കാരിയല്ലേ കൃഷ്ണേട്ടാ? അവൻ അയാളോടും തിരിച്ചു ചോദിച്ചു. അതൊക്കെ എന്തോ ആവട്ടെ, അവർ പറയുന്നു നീ ഇവളെ ബലമായി പിടിച്ചുകൊണ്ടുവന്നതാണെന്ന്. എന്താ, അങ്ങനെയാണോ? നീ തന്നെ പറ. അവൻ അതിനെന്തെങ്കിലും പറയുന്നതിന് മുൻപേ ജലജ അമലയ്ക്ക് നേരെ ചാടിക്കയറി. ഇവൻ്റെ കൂടെ കറങ്ങി നടന്ന് മതിയായെങ്കിൽ വീട്ടിലേക്ക് വാടി, നിനക്കുള്ളത് അവിടെ ചെന്നിട്ട് തരാം. അതും പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടക്കാൻ പോയതും അവൾ ആ കൈ വിടുവിച്ചുകൊണ്ട് അവൻ്റെ പുറകിലേക്ക് കയറി നിന്നു. അവളുടെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകുവാൻ തക്കവണ്ണം ഹൃദയമിടിപ്പുയരുന്നത് അവന് കേൾക്കാമായിരുന്നു. നിനക്ക് ഇഷ്ടമില്ലാതെ നിന്നെ ഇവിടുന്ന് ആരും കൊണ്ടുപോകുന്നില്ല. അതിനുമാത്രം ധൈര്യം ഇവിടെ ആർക്കാ ഉള്ളതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവൻ അവളെ പിടിച്ച് തന്നോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. തന്നെ ചേർത്ത് പിടിച്ച അവൻ്റെ കൈകളിലേക്കും അവൻ്റെ മുഖത്തേക്കും അവൾ നിറഞ്ഞ കണ്ണുകളാലെ നോക്കി. അപ്പോൾ അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. ഇവളെ തട്ടിക്കൊണ്ടുവന്നതാണോ എന്ന് ചോദിച്ചാൽ അത് ഞാനല്ല പറയേണ്ടത്, ഇവളാണ്. ഇവളോട് തന്നെ ചോദിച്ചു നോക്കൂ. എല്ലാവരോടുമായി അത് പറഞ്ഞതും അവൻ അമലയ്ക്ക് നേരെ തിരിഞ്ഞു. നിന്നെ ഞാൻ തട്ടിക്കൊണ്ടുവന്നതാണോ? അവൻ അവളോട് ചോദിച്ചു. അല്ല എന്നവൾ പതിയെ മറുപടി പറഞ്ഞു. നിന്നോട് ഞാൻ എന്നോട് സ്വകാര്യം പറയാനല്ല പറഞ്ഞത്. ഇവർ കേൾക്കേ പറയടി, ഞാൻ നിന്നെ തട്ടിക്കൊണ്ടുവന്നതാണോ? വീണ്ടും ശബ്ദമുയർത്തി അവൻ അവളോട് ചോദിച്ചു. എന്നെ ആരും തട്ടിക്കൊണ്ടുവന്നതല്ല, അവൾ അല്പം ഉച്ചത്തിൽ തന്നെ പറഞ്ഞു. കേട്ടല്ലോ, ഇവളെ ഇവിടെ ആരും തട്ടിക്കൊണ്ടുവന്നതല്ല. ഇനിയെന്താ എല്ലാവർക്കും അറിയേണ്ടത്? അവൻ വീണ്ടും ചോദിച്ചു. എന്ത് കണ്ടിട്ടാടി അസത്തെ നീ ഈ കള്ളുകുടിയൻ്റെ കൂടെ നടക്കുന്നേ? അവസാനം വല്ലതും സംഭവിച്ചു വീണ്ടും മേലേപ്പാട്ടേക്ക് കയറി വരാമെന്ന് വിചാരിക്കേണ്ട നീ. പല്ല് കടിച്ചു പൊട്ടിച്ചുകൊണ്ട് ജലജ അത് പറഞ്ഞതും ദാസൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ദേ തള്ളേ, വായിൽ തോന്നിയതൊക്കെ പറയാൻ ഇത് നിങ്ങളുടെ മേലേപ്പാട്ട് തറവാടല്ല. എൻ്റെ മുറ്റത്ത് വന്ന് സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണം. അവർക്ക് നേരെ ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ട് ദാസൻ പറഞ്ഞു. പിന്നെ എൻ്റെ കൂടെ കൂടി ദേ ഇവൾക്ക് ഒരു കൊച്ചുണ്ടാവുകയാണെങ്കിൽ അത് ഏറ്റെടുക്കാനും ഈ ദാസന് അറിയാം. അവൻ അവരെ ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴും അമല ഒന്നും പറയാതെ തലയും കുനിച്ചു തന്നെ നിന്നു. എങ്കിലും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി മേലേപ്പാട്ട് കിടന്നുറങ്ങിയ ഇവളെങ്ങനെ എൻ്റെ അടുത്ത് എത്തി എന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ടാകും. അത് ഞാനങ്ങ് തീർത്തു തരാം. അവനത് പറഞ്ഞതും ജലജയെ ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ടായിരുന്നു. അതെ, ഇവളുണ്ടല്ലോ, ഇന്നലെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇവരുടെ പുന്നാര മകൻ ആ കിഷോർ എന്ന് പറയുന്ന ഉണ്ടല്ലോ, അവന് നല്ല അടി കിട്ടാത്തതിൻ്റെ ഒരു ഏനക്കേട്. അത് തീർക്കുവാൻ വേണ്ടി അവൻ കയറിച്ചെന്നത് ഇവളുടെ അടുത്തും. അവിടെ നിന്നും രക്ഷപ്പെട്ടോടി ഇവൾ എത്തിയതോ എൻ്റെ മുൻപിലും. പുഴയിൽ ചാടിച്ചാവാൻ പോയ ഇവളെ അതുകൊണ്ട് ഞാനിങ്ങ് കൊണ്ടുപോന്നു. അവനത് പറഞ്ഞതും കൂടി നിന്നവരെല്ലാം ഒന്ന് ഞെട്ടി. അവർ ജലജയെ ഒന്ന് കനപ്പിച്ചു നോക്കി. ദേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിന്നെ ഞാൻ. ജലജ ദാസന് നേരെ ആളിക്കത്തി. നിങ്ങളെന്നെ അങ്ങ് ഒലത്തും. ഒന്ന് പോ തള്ളേ അവിടുന്ന്. പിന്നെ കിഷോറിൻ്റെ ഏനക്കേടിനുള്ള മരുന്ന് അത് ഞാൻ തന്നെ അവന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ മോനിപ്പോൾ ഒരു കയ്യും ഒടിഞ്ഞ് വീട്ടിലിരിക്കുന്നേ. അവൻ താടി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാൽ അത് കേട്ടതും ശരിക്കും ഞെട്ടിയത് അമലയായിരുന്നു. അവൾ അവനെ അത്ഭുതത്തോടെ നോക്കി. അവൾക്കും ചോദിക്കാനും പറയാനും ഒരാളുണ്ടെന്ന സന്തോഷം കൊണ്ട് അവളുടെ ഹൃദയം നിറഞ്ഞു. അങ്ങോട്ടേക്ക് ആക്കിത്തരാം എന്ന് പറഞ്ഞപ്പോൾ ചത്താലും ഇനി അങ്ങോട്ടേക്കില്ലെന്നാ ഇവൾ മറുപടി പറഞ്ഞത്. സത്യമാണോ മോളെ ഇതൊക്കെ? കൃഷ്ണേട്ടൻ അവളോട് ചോദിച്ചതും അവൾ അതേ എന്ന് തലയാട്ടി. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പിന്നെ ഇവളെ ഞാനങ്ങ് കെട്ടി കൂടെ പൊറിപ്പിച്ചെന്നും ഇരിക്കും. ഇനി അതിന് ആർക്കേലും എന്തേലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിൽ ചെന്ന് തീർത്താൽ മതി. ദാസൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കേണ്ട. പിന്നെ ഇവളും അനാഥയാ, ഞാനും അനാഥന. ഞങ്ങൾ 2 പേർക്കും ആരുമില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ ഇനിയങ്ങ് ഒരുമിച്ച് ജീവിച്ചു എന്നും വരും.
അതുകൊണ്ട് വല്ലാതെ ആരും ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വിചാരിക്കണ്ട. അതിനി ഏത് മേലേപ്പാട്ടുള്ളവരായാലും, അവൻ ജലജയെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. കിഷോർ ചെയ്തത് അത്രയും പേരുടെ മുൻപിൽ വെച്ച് അവൻ പറയുമ്പോൾ ജലജയ്ക്ക് തൊലി ഉരിയുന്നത് പോലെ തോന്നി. ജലജ അവളെയും അവനെയും ഒന്ന് കനപ്പിച്ചു നോക്കിയ ശേഷം അവിടെ നിന്നും വന്നതിനേക്കാൾ വേഗത്തിൽ തിരിച്ചുപോയി. അവർ പോയതും അവൻ കൃഷ്ണേട്ടൻ്റെ അരികിലേക്ക് ചെന്ന് ആ കയ്യിൽ പിടിച്ചു. അയാൾ അവന് അച്ഛനെ പോലെയാണ്. ആ നാട്ടിൽ അവനെ സ്നേഹിക്കാനും ശാസിക്കാനുമെല്ലാം അവൻ അധികാരം കൊടുത്തിട്ടുള്ളൊരാൾ. അയാൾക്കും അവൻ മകനെ പോലെയാണ്. ആ വെള്ളത്തിൽ ചാടി ചത്തോട്ടെ എന്ന് വിചാരിക്കാൻ തോന്നിയില്ല കൃഷ്ണേട്ടാ. ഒന്നുമില്ലേലും അവളെപ്പോലെ ഞാനും ഒരു ആരുമില്ലാത്തവൻ തന്നെയല്ലേ. അത് പറയുമ്പോൾ അവൻ്റെ സ്വരം ഇടറിയിരുന്നു. കൃഷ്ണേട്ടൻ പതിയെ അവൻ്റെ കവളിൽ ഒന്ന് തലോടി. ശേഷം പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. പോകുന്നതിനിടയിൽ അമലയെ നോക്കിയൊന്ന് ചിരിക്കാനും അയാൾ മറന്നിരുന്നില്ല. അപ്പോഴേക്കും എല്ലാവരും ആ മുറ്റത്തു നിന്നും പോയിരുന്നു. കുറച്ചു കഴിഞ്ഞതും ദാസനും അമലയും മാത്രം അവിടെ ബാക്കിയായി. അവൻ തിരിഞ്ഞ് അമലയെ നോക്കുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് തന്നെ നിൽപ്പായിരുന്നു. അമലേ, ഇത്രേ ഉള്ളൂ മേലേപ്പാട്ടുള്ളോര്, നീ അകത്ത് പൊക്കോ. അവനത് പറഞ്ഞതും അവൾ കരഞ്ഞുകൊണ്ട് തന്നെ അകത്തേക്ക് ഓടിപ്പോയി. ഇങ്ങനെയൊരു ചോദ്യവും പറച്ചിലും എന്നായാലും ഉണ്ടാകുമെന്ന് അവനും അവൾക്കും ഉറപ്പായിരുന്നു. അവൻ പതിയെ അകത്തേക്ക് ചെല്ലുമ്പോൾ പിന്നാമ്പുറത്തെ വാതിലും തുറന്ന് അവൾ പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അവനും പതിയെ അവൾക്ക് അരികിലായി ചെന്നിരുന്നു. കുറച്ചു നേരത്തേക്ക് രണ്ടുപേരും മൗനമായി തന്നെയിരുന്നു. സാരമില്ല, പോട്ടെ, നീ അതൊക്കെ വിട്ടുകള. ദാസനായിരുന്നു മൗനത്തെ മുറിച്ചുകൊണ്ട് അത് പറഞ്ഞത്. അമലേ, ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? അവൻ വീണ്ടും ചോദിച്ചതും അവൾ നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. ശേഷം പതിയെ തലയാട്ടി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവന് ഹൃദയത്തിൽ എന്തോ കൊളുത്തി വലിക്കുന്നത് പോലെ തോന്നി. അവൻ പതിയെ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് നടന്നു. കുറച്ചുനേരം പുറത്തേക്ക് നോക്കിയിരുന്നെങ്കിലും ഇരിപ്പുറയ്ക്കാത്തതുപോലെ അവൻ വീണ്ടും മുറിയിലേക്ക് എഴുന്നേറ്റ് വന്നു. അലമാരയിൽ നിന്നും കുടിച്ച് പകുതിയാക്കി വെച്ച മദ്യത്തിൻ്റെ കുപ്പിയെടുത്ത് അവൻ ഒറ്റ വലിക്ക് അത് കുടിച്ചു തീർത്തുകൊണ്ട് ബെഡിലേക്ക് വീണു. കുറച്ചു നേരം കഴിഞ്ഞ് അവൾ അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ പകുതി കട്ടിലിലും പകുതി പുറത്തുമായി കിടക്കുന്ന ദാസനെയാണ് കാണുന്നത്. അവൾ പതിയെ അവൻ്റെ കാല് കട്ടിലിലേക്ക് കയറ്റി വെച്ചു. ശേഷം ഒരു പുതപ്പ് എടുത്ത് അവനെ പുതപ്പിച്ചുകൊണ്ട് അവൾ മറ്റേ മുറിയിലേക്ക് പോയി. അവിടെ വെറും തുണി വിരിച്ച് അതിൽ കിടക്കുമ്പോൾ അവളുടെ മനസ്സ് എന്നത്തേതിനേക്കാളും ഒരു സന്തോഷം പേറി തുടങ്ങിയിരുന്നു. പിന്നെ ഇവളും അനാഥയാ, ഞാനും അനാഥനാ. ഞങ്ങൾ രണ്ടുപേർക്കും ആരുമില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ ഇനിയങ്ങ് ഒരുമിച്ച് ജീവിച്ചു എന്നും വരും. അവൻ്റെ ആ വാക്കുകൾ മാത്രമായിരുന്നു അവളുടെ കാതുകളിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഒരു വേള ചൊടികളിൽ പുഞ്ചിരി നിറയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ അവൻ എഴുന്നേൽക്കുമ്പോൾ താൻ കട്ടിലിലാണ് കിടക്കുന്നതെന്ന് അവന് മനസ്സിലായി. ഈ തണുപ്പത്ത് വെറും നിലത്ത് കിടന്ന അവളെയോർത്ത് അവന് സങ്കടം തോന്നി. അതിനുശേഷം അവനോട് കട്ടിലിൽ കിടക്കാൻ അവൾ നിർബന്ധിക്കുമെങ്കിലും അവൻ ഗൗരവത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് അത് തടയുമായിരുന്നു. ദിവസങ്ങൾ പതിയെ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഓരോ ദിവസം കഴിയുംതോറും അവൻ്റെ ഗൗരവത്തോടെയുള്ള സംസാരത്തിൽ നിന്നും ആ ഗൗരവത്തിന് പിറകിൽ അവൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ചിരിയെ അവളും കണ്ടുപിടിച്ച് കഴിഞ്ഞിരുന്നു. എന്തു പറഞ്ഞാലും തലയാട്ടിക്കൊണ്ടിരുന്ന അമലയിൽ നിന്നും പതിയെ പതിയെ വായാടിത്തരം പറഞ്ഞ് അവനെ എപ്പോഴും ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമലയിലേക്ക് അവളും മാറിക്കഴിഞ്ഞിരുന്നു. ഒരു വൈകുന്നേരം അവൻ പുറത്തേക്കിറങ്ങാൻ നിൽക്കുമ്പോഴാണ് അവൾ അകത്തുനിന്നും അവൻ്റെ അരികിലേക്ക് ഓടി വന്നത്. എന്താടി കാന്താരി? അവളുടെ തലയിൽ തട്ടിക്കൊണ്ട് അവൻ പതിയെ ചോദിച്ചു. അതേ, ഇന്ന് വരുമ്പോൾ ഉള്ളിവട വേണ്ട കേട്ടോ. വന്ന അന്ന് മുതൽ ഇത് തന്നെ കഴിച്ച് മടുത്തു. ഇന്ന് പരിപ്പുവട മതി, അവൾ അവൻ്റെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ നീ പറയുമ്പോൾ പറയുന്നതൊക്കെയും കൊണ്ടുതരാൻ ഞാൻ ആരാടി? നിന്റെ തന്തയോ? തന്തയില്ലാത്തത് കൊണ്ടല്ലേ ദാസേട്ടാ നിന്നോട് പറഞ്ഞത്. അവളും വിട്ടുകൊടുത്തില്ല. അപ്പോൾ അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു വന്ന ചിരിയെ അവൻ ഗൗരവത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് മറച്ചു പിടിച്ചു. ഡീ ഡീ, വല്ലാതെ കൊഞ്ചല്ലേ, നിനക്കിപ്പോൾ കുറച്ച് കൂടുന്നുണ്ട്. അങ്ങോട്ടേക്ക് മാറി നിൽക്ക്. അവൻ അതും പറഞ്ഞുകൊണ്ട് വണ്ടിയെടുത്ത് പുറത്തേക്ക് പോയി.
തിരിച്ചവൻ വരുന്നതും കാത്ത് ഉമ്മറത്ത് തന്നെ അവൾ ഇരിപ്പുണ്ടായിരുന്നു. അവൻ വരുമ്പോൾ തന്നെ കാണുന്നത് അവനെയും കാത്ത് ഉമ്മറത്ത് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്ന അമലയെയാണ്. അത് കാണെ അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. അങ്ങനെ തന്നെയും കാത്തിരിക്കുന്ന ഒരാൾ. അവനാ കാഴ്ച ഹൃദയം കൊണ്ട് തന്നെ ഒപ്പിയെടുത്തു. അവൻ വണ്ടി വന്നു നിർത്താൻ നേരമില്ലാതെ അവൾ അവൻ്റെ അരികിലേക്ക് ഓടി. തൻ്റെ കയ്യിൽ നിന്നും അധികാരത്തോടെ കവറും വാങ്ങി അകത്തേക്ക് ഓടുന്നവളെ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നോക്കി നിന്നു. അമ്മോ! അവളെയും വിളിച്ചുകൊണ്ടാണ് അവൻ ഒരുച്ച നേരത്ത് വീട്ടിലേക്ക് കയറി വന്നത്. വീട്ടിനകത്ത് എവിടെയും അവളെ കാണുന്നുണ്ടായിരുന്നില്ല. പുറത്തേക്കിറങ്ങി പിന്നാമ്പുറത്തേക്ക് ചെന്നപ്പോഴാണ് കടവിലിരിക്കുന്ന അവളെ കണ്ടത്. ഒരു പുഞ്ചിരിയോടെ തന്നെ അവൾക്ക് അരികിലേക്ക് അവൻ നടന്നു. ഓളങ്ങളിൽ തന്നെ കണ്ണ് നട്ടിരിക്കുന്നവളെ അവൻ കുസൃതിയോടെ ഒന്ന് നോക്കി. ശേഷം അവൾക്കരികിൽ ഇരുന്നു കൊണ്ട് അവനും ആ ഓളങ്ങളിലേക്ക് കണ്ണു നട്ടു. ഉച്ച സമയമാണെങ്കിലും തണുത്തൊരു കാറ്റവിടെ വീശിയടിക്കുന്നുണ്ടായിരുന്നു. അമലേ! അവൻ പതിയെ വിളിച്ചപ്പോൾ അവൾ നോട്ടം മാറ്റാതെ തന്നെ ഒന്ന് മൂളി. ഞാനൊരു കാര്യം പറയട്ടെ? പറഞ്ഞോ ദാസേട്ടാ. അവൾ പറഞ്ഞതും അവൻ ദൂരേക്ക് നോട്ടം പായിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. പണ്ട് ഓർമ്മ വെച്ച് തുടങ്ങിയപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു, എനിക്ക് മാത്രം എന്താ അമ്മയും അച്ഛനും ഇല്ലാത്തത് എന്ന്. പക്ഷേ പിന്നീട് വിവരം വെച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇല്ലാത്തതല്ല, അവർക്ക് എന്നെ വേണ്ടാത്തത് കൊണ്ടാണെന്ന്. എത്രയോ ദിവസങ്ങളിൽ പട്ടിണി കിടന്നിട്ടുണ്ട്. പനിച്ച് വിറച്ചു കിടന്ന സമയങ്ങളിൽ അമ്മയുടെ ചൂട് പറ്റി കിടക്കുവാൻ എത്ര കൊതിച്ചിട്ടുണ്ട് എന്നറിയോ? നിന്നോടിതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. കാരണം അനാഥത്വത്തിൻ്റെ വേദന എന്നേക്കാൾ കൂടുതൽ അനുഭവിച്ചിട്ടുണ്ടാവുക നീ തന്നെയായിരിക്കും. ദൈവം സഹായിച്ച് ആരുടെയൊക്കെയോ നല്ല മനസ്സുകൊണ്ട് വിദ്യാഭ്യാസം എന്നത് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് തല്ലും കള്ളും ഒക്കെ ഉണ്ടെങ്കിലും പെണ്ണ് കേസിൽ മാത്രം ഇതുവരെയും പെട്ടിട്ടില്ല. പക്ഷേ തല്ല് കൂടാറുണ്ടേലും ന്യായമായ കാര്യത്തിന് മാത്രമേ ഞാൻ ഇതുവരെ അടികൂടിയിട്ടുള്ളൂ. നീ വന്നതിൽ പിന്നെ അതും ഇല്ല. എന്നാലും എത്ര കുടിച്ച് ബോധമില്ലാതെ ആയാലും ഒരു പെണ്ണിനോടും വേണ്ടാത്തൊരു ചിന്ത പോലും ഇതുവരെ തോന്നിയിട്ടില്ല. സന്തോഷം എന്നത് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. സന്തോഷിക്കാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുമില്ല. എന്നാൽ നീ മരിക്കാൻ പോയ അന്ന് നിന്റെ കയ്യും പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്ന അന്ന് മുതൽ ഞാൻ ഉള്ളുകൊണ്ട് എത്ര സന്തോഷിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയോ? അന്ന് മുതൽ ഇന്ന് വരെ നീയാണ് എൻ്റെ ലോകം, എൻ്റെ സന്തോഷവും. പക്ഷേ അതിനു മുമ്പും നീ തന്നെയായിരുന്നു എൻ്റെ ലോകം. ഒന്നും നീ അറിഞ്ഞിട്ടില്ലെന്ന് മാത്രം. മേലേപ്പാട്ടെ ആ കുഞ്ഞു വേലക്കാരിക്കുട്ടിയിൽ ആദ്യം തോന്നിയത് ഒരു കൗതുകം മാത്രമായിരുന്നു. എന്നാൽ പിന്നീട് അതെപ്പോഴോ എൻ്റെ ഹൃദയത്തെപ്പോലും നിയന്ത്രിക്കാൻ തക്കവണ്ണമുള്ള എന്തോ ഒന്നായി മാറുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് അതിൻ്റെ പേര് പ്രണയമാണെന്ന് വ്യക്തമായി അറിയാം. അവൻ പറയുന്നത് കേൾക്കെ അവളുടെ ഹൃദയമിടിപ്പും വർദ്ധിച്ചു തുടങ്ങിയത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ശരീരമാകെ ഒരു കുളിര് വന്ന് നിറയുന്നത് പോലെ, ആഗ്രഹിച്ചതെന്തോ കേൾക്കാൻ പോകുന്നത് പോലെ. നമുക്ക് സ്നേഹിക്കാനും നമ്മളെ സ്നേഹിക്കാനും ഒരാൾ വേണം അമലേ. ആ ആളില്ലാതെ ജീവിതത്തിൽ വേറെന്ത് നേടിയിട്ടും ഒരു കാര്യവുമില്ല. എനിക്കും ആരുമില്ല, നിനക്കും ആരുമില്ല. അതുകൊണ്ട് അവൻ അത് പറഞ്ഞുകൊണ്ട് അവളെയൊന്ന് നോക്കി. അവളുടെ വെളുത്ത കവിളുകൾ രക്തവർണ്ണമായത് അവൻ കൗതുകത്തോടെ ഒരു നിമിഷം നോക്കി നിന്നു. ഒന്ന് തൊട്ടാൽ പോലും അതിൽ നിന്നും രക്തം പുറത്തേക്കൊഴുകും എന്നവന് തോന്നി. അതിലൊന്ന് ചൂണ്ടുവിരൽ കൊണ്ട് തൊടുവാൻ അവന് അതിയായ കൊതി തോന്നി. അവൻ ഒരു ചിരിയോടെ അവളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. കാരണം അപ്പോഴത്തെ അവളുടെ ആ മുഖഭാവം അവന് കൺകുളിർക്കെ കാണണമായിരുന്നു. അതുകൊണ്ട് ഇനി ഞാനും നീയും ഇല്ലാതെ നമ്മളായിക്കൊണ്ട് നമുക്കൊന്ന് ജീവിച്ചാലോ? അവൻ അത് പറയുമ്പോൾ ഒരു പട്ടം നൂല് പൊട്ടി ദൂരേക്ക് ഉയർന്ന് പറക്കുന്നത് പോലെ തൻ്റെ ഹൃദയത്തിൻ്റെ കെട്ടും പൊട്ടി അത് ഉയരങ്ങളിലേക്ക് പറന്നു തുടങ്ങുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അമലേ! അവൻ വീണ്ടും വിളിച്ചതും അവൾ ഒന്നും പറയാതെ തന്നെ അവൻ്റെ ആ തോളിലേക്ക് ചാഞ്ഞിരുന്നു. അടഞ്ഞ കൺപീലികൾക്കിടയിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന കണ്ണീര് അവൻ കാണുന്നുണ്ടായിരുന്നു. ഇവിടെ വരുന്നത് വരെ പേടിയോടെ മാത്രം നോക്കിയിരുന്ന അവനെ എപ്പോഴാണ് സ്നേഹത്തോടെ നോക്കിത്തുടങ്ങിയതെന്നറിയില്ല. അവൻ്റെ ഉള്ളിലെ നന്മ അറിഞ്ഞതിൽ പിന്നെയാണ് അവനോട് മനസ്സ് ഇത്രമേൽ അടുത്തത്.
അതായിരിക്കണം പലപ്പോഴും ആ ഒരുവനിലേക്ക് മാത്രം തൻ്റെ ലോകം ചുരുങ്ങിപ്പോയത്. ഇന്നവൻ അവൻ്റെ ലോകത്തിലേക്ക് തന്നെ വിളിക്കുമ്പോൾ ഇനിയും എങ്ങനെയാണ് അവനിലേക്ക് താൻ ചേക്കേറാതിരിക്കുന്നത്? അവൻ്റെ ഹൃദയത്തിൽ തനിക്കായി മനോഹരമായ ഒരു കൂടുകൂട്ടി വെച്ചിട്ടാണ് അവൻ തന്നെ വിളിക്കുന്നത്. അത് കാണാതെ ആർക്കു വേണ്ടിയാണ് ഇനിയും താൻ കാത്തിരിക്കുന്നത്? അവളുടെ ചിന്തകൾ അത്രയും അവനിൽ തന്നെ കുരുങ്ങിക്കിടന്നു. പിന്നെയൊന്നും ആലോചിക്കാതെ ഒരു പൊട്ടിക്കരച്ചിലോടെ അവൻ്റെ നെഞ്ചിലേക്കവൾ വീഴുമ്പോൾ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ പുറത്ത് തട്ടിക്കൊടുത്തു. ഒരു അമ്മ കുഞ്ഞിനെ മാറോടണയ്ക്കുന്ന പോലെ അവൻ അവളെ അവനോട് ചേർത്ത് പിടിച്ചു. അവൻ പതിയെ അവളുടെ താടിയിൽ പിടിച്ച മുഖമുയർത്തുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നെങ്കിലും നാണം കൊണ്ട മുഖം പൂത്തുലഞ്ഞിരുന്നു. പതിയെ രക്തവർണമായ അവളുടെ കവിളുകളിലേക്ക് അവൻ തൻ്റെ മുഖം ചേർക്കുമ്പോൾ അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. അനാഥത്വത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്നും പ്രണയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, തങ്ങളുടേത് മാത്രമായ ഒരു മാസ്മരിക ലോകത്തിലേക്ക് അവരപ്പോൾ പറന്നുയരുകയായിരുന്നു. പുഴയിലെ ഓളങ്ങളിൽ തട്ടിവരുന്ന തണുത്ത കാറ്റ് അവർ തമ്മിലുള്ള അകലം വീണ്ടും കുറച്ചുകൊണ്ടേയിരുന്നു. സൂര്യരശ്മിയാൽ നിറഞ്ഞിരിക്കുന്ന ഓളങ്ങളുടേതുപോലെ അവരുടെ പ്രണയത്തിനും അപ്പോൾ പത്തര മാറ്റായിരുന്നു.